പുളിയിഞ്ചി ഇല്ലാതെ എന്ത് സദ്യയാണല്ലേ. പിറന്നാളായാലും ഓണസദ്യ ആയാലും എന്തായാലും ആ വാഴയുടെ തുമ്പത്ത് കറുത്തുരുണ്ടിരിക്കുന്ന ആ പുളിയിഞ്ചി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയാണ്, ചെറുതായി അരിഞ്ഞ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇട്ട്, ഒരുപാട് മൂത്തൊന്നും പോവണ്ട, ചെറിയതായിട്ടൊന്ന് മൂത്താൽ മതി. അതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞ് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളകാണ്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് അതും ഒരു പച്ചമണം പോകുന്ന പോലെ, ഒരുപാട് ഇതാക്കൊന്നും വേണ്ട. പിന്നെ ഓൾറെഡി ഞാനൊരു 100 ഗ്രാം നല്ല കറുത്ത പുളിയാണ്, നല്ല പഴയ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഒരു 100 ഗ്രാം പുളി ഇട്ടാൽ മതി. എന്നിട്ട് അത് നന്നായി ഉടച്ച് ആ വെള്ളം മാത്രം ആയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത്, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ 2 ഗ്ലാസ് പുളിയുടെ വെള്ളം വറ്റി 1 ഗ്ലാസ് ആയിട്ട് മാറും. നന്നായി കുറുകി വരും, നല്ല പതിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ പുളിയിഞ്ചിയിൽ മധുരമുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ 3 ശർക്കര എടുത്തിട്ടുണ്ട്. 3 ശർക്കരയുടെ അച്ച് അത് നന്നായി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് ഒതുക്കി അതൊന്ന് സെറ്റായി ഇതുപോലെ കണ്ടില്ലേ ഒരു പത വരണം. അങ്ങനെ പതഞ്ഞ് അത് കുറുകി വരുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം. ചട്ടി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെയും ഒന്നും കൂടി കുറുകി വരും. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുകും വേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് കടുക് വറുത്തിടുക വേണ്ടു. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വിഭവമില്ല, നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടണം എന്നൊന്നുമില്ല കേട്ടോ. ചിലർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് തന്നെ എല്ലാതും പുളിവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വറ്റിക്കും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് അതിനേക്കാളും ടേസ്റ്റായി തോന്നിയത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.